തെളിമയുടെ നാദം, ഒരുമയുടെ ശബ്ദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞാനിത നിദ്രയൊഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാൻ എനിക്കു നീ അരുളണമേ. വീണ്ടും ഞാൻ ഉറങ്ങുന്നാളിൽ ഈ അടിയാനുള്ള ഉറക്കം കർത്താവേ നിൻ തിരുമുൻപിൽ ദോഷം കൂടാതാകണമേ. എന്നുണർച്ചയിൽ ഞാൻ ചതിപ്പെടുകിൽ നിൻ കൃപമോചനമെനിക്കേകും. നിദ്രയിലും പിഴ വന്നാകിൽ ആർദ്രവദേശമ നൽകണമേ. നിന്നുടെ കുരിശിൻ ശാന്തിയതാൽ നല്ലയുറക്കമെനിക്കു നിതാ. ആകാശസ്വപ്നമശുദ്ധിയിൽ നിന്ന് എന്നെ നീ രക്ഷിച്ചു കൊള്ളണമേ. ശാന്തതയേറിയ നിദ്രയതാൽ ശാന്തി തരേണം രാമുഴുവൻ. ആകാദിനവും ദുഷ്ടതയും അധികാരത്തിലമർത്തല്ലേ. നിന്നുടെ അടിയാൻ ഞാനതിനാൽ എന്റെ ശരീരം കാപ്പാനായി വെളിവിനുടെ മാലാഖയെ എനിക്കു നീ തരണം കർത്താവേ. വേഷതപ്പെട്ടോരിച്ഛയിൽ നിന്നെന്നെ നീ രക്ഷിച്ചു കൊള്ളണമേ. ഉയിരേകും നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ. ആശ്വാസത്തിലുറങ്ങുമ്പോൾ ആശിസമയം നിന്റെട്ടം. നിൻ സൃഷ്ടിക്കുക സ്വാതന്ത്ര്യം നീ കൃപയോടെ നൽകണമേ. നിൻ കൈയിലഞ്ഞ ശരീരത്തിൽ നിന്റെ വലങ്കൈ വാഴണമേ. നിന്റെ കരുണകൾ കോട്ടയതാൽ എന്റെ ചുറ്റിലുമാകണമേ. നിദ്രയിലാണ്ടു കിടക്കുമ്പോൾ ഭദ്രം കാവലു നിൻ ശക്തി. എന്റെ ഉറക്കം തിരുമുൻപിൽ നൽധൂപം പോലാകണമേ. എന്നെ പോറ്റുന്നുടയവനെ, നിന്നോടു തന്നെ യാചിപ്പൂ. എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മപ്പെട്ടവനണയരുതേ. ബലവാനായി ഞാൻ ജീവിപ്പാൻ ബലിയായി ജീവനടച്ചവനെ എന്നെ വ്യസനത്തിലാക്കായി വാ. സാത്താനെ നീ വിലക്കണമേ. കർത്താവേ, നിൻ വാഗ്ദത്തം എന്നിൽ നിറവേറ്റിയിടണമേ. നിന്റെ ശ്ലീബാമരണത്താൽ എന്റെ ആയുസ്സു കാക്കണമേ. ഞാനുണരും നേരത്തിങ്കൽ നിന്നെ ഞാൻ കൊണ്ടാടിടുവാൻ. എന്റെ നിദ്രാവേളയിലും നിന്റെ ഉപവിധി കാട്ടണമേ. നിൻ തിരുമനസ്സിനെ ഞാൻ അറിഞ്ഞു, ഞാനതിനെ ചെയ്യുവാനായി. നിന്റെ മനോഗുണമതിനാലേ എനിക്കു മനോഗുണമരുളുക നീ. നിരപ്പു നിറഞ്ഞോരന്തിയതും നീതി വിളങ്ങും രാവും നീ. ഞങ്ങളുടെ രക്ഷകനാം മശിഹാ നാഥാ അടിയാർ കരുളണമേ.
വെളിവാകുന്നു, വെളിവിൽ തന്നെ പാർക്കുന്നു. വെളിവിയുടെ സുതരായവരും നിന്നെ തന്നെ നമിക്കുന്നു. നിനക്ക് സ്തുതി, നിൻ അനുഗ്രഹങ്ങൾ അടിയാരുടെ മേലിരിക്കണമേ. ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലുമാകണമേ. എൻ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളിൽ മേലായിരമായി അളവു കൂടാതെ നിനക്ക് സ്തുതി. പ്രാർത്ഥനകൾ കേൾക്കുന്നവരെ, യാചനകൾ നൽകുന്നവരെ, ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 9-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും 15-ാമത്തെ വാക്യവും. 2-ാമത്തെ കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും 15-ാമത്തെ വാക്യവും ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഓരോ നോമ്പിലും ധ്യാനിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ. ഈ പദങ്ങൾ നമുക്കറിയാം. സഭയെ സംബന്ധിച്ചിടത്തോളം നോവുന്ന അൻപ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മുടെ എല്ലാ ധ്യാനങ്ങളും ക്രമീകരിക്കപ്പെടുക. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഷ്ഠാനങ്ങളും ചിട്ടകളും എല്ലാം ആ രീതിയിലാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നോമ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ വർജനം എന്നുള്ളത്. നമുക്കിഷ്ടമുള്ളതൊക്കെ വർജിക്കുക. അത് മാത്രമല്ല, ഒരു നേരത്തെ ആഹാരം വെടിയുമ്പോൾ അതിൻ്റെ പണം സമാഹരിച്ച് ദാനധർമ്മത്തിന് ദൈവത്തിൻ്റെ മഹാകരുണയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്കായി വേർതിരിക്കണം എന്ന് സഭ പഠിപ്പിക്കുന്നു. ഇത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിശുദ്ധനായ പൗലോസ് വളരെ വ്യക്തമായി ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം 2-ാമത്തെ കൊരിന്ത്യ ലേഖനം 8ഉം 9ഉം അധ്യായങ്ങൾ സഭ കാണിക്കേണ്ട കരുണയെക്കുറിച്ച് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. അതിൽ 2 സ്ഥലങ്ങൾ വളരെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ്. ഇത് രണ്ടും 2 സഭകളാണ്. ഒന്ന് മക്കദോനിയയിലെ സഭ, 2 കൊരിന്തിലെ സഭ. കൊരിന്തിലെ സഭക്കാരോട് പറയുന്നത് മക്കദോനിയ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ മക്കദോനിയക്കാരെ കണ്ട് നിങ്ങൾ ദാനങ്ങൾ നൽകുകയും കരുണ കാണിക്കുകയും ചെയ്യണം എന്നാണ്. മക്കദോനിയ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കൊരിന്തിലെ സഭ അഖായ പ്രദേശം മുഴുവനും തന്നെ കഴിഞ്ഞ 1 വർഷമായി ദാനങ്ങളാൽ നിറയപ്പെടുകയാണ്. ആ ദാനങ്ങൾ കരുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ ദാനങ്ങളൊക്കെ ആർക്കു വേണ്ടിയാണ്? നമുക്കറിയാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റ് കൊരിന്ത്യ സഭയോട് പറയുന്നത് യെരുശലേമിലുള്ള വിശ്വാസ സമൂഹത്തിന് കൊടുക്കേണ്ട ദാനങ്ങളാണ്. യെരുശലേമിലെ ആളുകൾ കഷ്ടത അനുഭവിക്കുമ്പോൾ അവരോട് കരുണ കാണിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ദാനങ്ങൾ സമാഹരിച്ച് അവർക്ക് നൽകണം. അതുകൊണ്ട് യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. യെരുശലേമിലെ ആളുകളെ യെരുശലേമിലെ വിശുദ്ധന്മാരെന്നാണ് പൗലോസ് അപ്പോസ്തലൻ സംബോധന ചെയ്യുന്നത്. അവിടെയുള്ള വിശ്വാസ സമൂഹം അവർ കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടത അനുഭവിക്കുന്നവരാണ്. അവർ കഷ്ടതയിലും ദാരിദ്ര്യത്തിലുമായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവർക്ക് ദാനങ്ങൾ നൽകണം, നമ്മൾ അവരോട് കരുണ കാണിക്കണം. ഇന്ന് എൻ്റെ ചിന്തയിൽ 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്, ഈ കൊരിന്ത്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ മക്കദോനിയ സഭയുമായിട്ട് ബന്ധിപ്പിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക്, ദൈവികമായ ദാനങ്ങൾക്ക് ഒരു മാസിഡോണിയൻ മോഡൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ സഭകളും ഓരോ വിശ്വാസിയും ഈ ഒരു മാസിഡോണിയൻ ടച്ച് നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്നത് നല്ലതാണ്. കാരണം കരുണ, ദയ അല്ലെങ്കിൽ സഹാനുഭൂതി ഇതൊക്കെ ഒരു ജീവിത ശൈലിയായി മാറണം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു നിമിഷത്തെ ഒരു വികാരം പോലെയാണ് പലർക്കും തോന്നുക. ഒരാളോടൊന്ന് കരുണ കാണിക്കണമെന്ന് അപ്പോൾ തോന്നുന്നു, അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നു, പിന്നീട് കരുണ കാണിക്കാതിരിക്കുക,
പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ദാനങ്ങളൊന്ന് കൊടുക്കുക. എന്നാൽ അതല്ല ക്രൈസ്തവ സഭയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇത് ഒരു ജീവിത ശൈലിയായി മാറണം. മക്കതോനിയ സഭ അങ്ങനെ ഒരു മോഡൽ ചർച്ച ആയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ആ ജീവിത ശൈലിയിൽ അവരെങ്ങനെയാണ് പെരുമാറിയത്, ആ ചിന്തകൾ നമുക്ക് ഒരുമിച്ചൊന്ന് പങ്കുവയ്ക്കാം. ഒന്ന്, അവരെക്കുറിച്ച് പറയുന്നത് അവർ ലഭിച്ച ദൈവകൃപയ്ക്ക് തക്കവണ്ണം കരുണ കാണിച്ചു എന്നാണ്. അവർക്ക് ദൈവം ദാനമായി കൊടുത്ത ദൈവികമായ കൃപയ്ക്ക് തക്കവണ്ണം അവർ മറ്റുള്ളവരോട് കരുണ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്കും ദൈവം നമ്പുരാൻ കൊടുക്കുന്ന കരുണ, കൃപ ഇത് വ്യത്യസ്തമാണ്. നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നമ്പുരാൻ ദൈവികമായ കരുണ നിറയ്ക്കുമ്പോൾ, ദൈവകൃപ ലഭിക്കുമ്പോൾ അതിനനുസരിച്ചാണ് ദാനങ്ങൾ കൊടുക്കേണ്ടത്. എനിക്ക് ലഭിച്ച ദൈവകൃപയല്ല കേൾവിക്കാരായ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് ദൈവകൃപ. എൻ്റെ മാതാപിതാക്കൾ അനുഭവിച്ച ദൈവകൃപയോളം ഞാനിന്ന് അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം ഒരു ഉത്തരം നൽകാൻ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദനയിൽ, അവരുടെ കഷ്ടതയിൽ, അവരുടെ ഭാരങ്ങളിൽ അവരനുഭവിച്ച ഒരു ദൈവകൃപയുണ്ട്. ഞാനിന്ന് കുറച്ചുകൂടെ സമൃദ്ധിയിലാണ് ഇത് അനുഭവിക്കുക. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനുഭവിക്കുന്ന ദൈവകൃപ കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലാണ്. എന്നാൽ ഏറെ ദൈവകൃപ അനുഭവിച്ച് നമ്മുടെ മാതാപിതാക്കൾക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വ്യത്യസ്തമായി ദൈവകൃപ. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുന്നത്, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും എന്നാണ്. ഏറെ വിതയ്ക്കുന്നവൻ ഏറെ കൊയ്യും, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രമേ പ്രതിഫലം കിട്ടുന്നുള്ളൂ. അല്പം വിതച്ചിട്ട് ഏറെ പ്രതിഫലം കിട്ടണം എന്നാഗ്രഹിക്കുന്നത് തെറ്റാണ്, അത് പാപമാണ്. പലപ്പോഴും നമ്മൾ അല്പം കൊണ്ട് അധികം ലാഭം ആഗ്രഹിക്കുന്നവരാ. പക്ഷെ ദൈവകരുണയുടെ, ദൈവകൃപയുടെ വെളിച്ചത്തിൽ അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നില്ല. പൗലോസ് പറയുന്നു, നീ ഏറെ ദാനങ്ങൾ നൽകുമ്പോൾ, നിനക്ക് ലഭിച്ച കൃപയ്ക്ക് തക്കവണ്ണം നീ പെരുമാറുമ്പോൾ, നീ അധികം നൽകുമ്പോൾ നിനക്ക് അധികം നൽകുന്ന ഒരു കർത്താവ് ജീവിച്ചിരിക്കുന്നു. നീ ദാനങ്ങൾ എങ്ങനെ നൽകണം? അവിടെ പറയുന്നു, ആരുടെയും നിർബന്ധത്താലരുത്, ആരുടെയും പ്രശംസയ്ക്ക് വേണ്ടിയാകരുത്. നിൻ്റെ ഒരുപക്ഷെ പടമോ നീ കൊടുക്കുന്ന ദാനങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ചടിച്ചു വരാൻ വേണ്ടിയാകരുത്. എന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങൾ നിനക്ക് സൗജന്യമായി നൽകിയിട്ടുള്ളത് സൗജന്യമായി നൽകണം എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. ഇത് നാം പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് പറയുന്നത്, വലങ്കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുത് എന്നുള്ളത്. ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന ദൈവകൃപയ്ക്ക് തക്കവണ്ണം, നമുക്ക് ദൈവം തന്നിട്ടുള്ള ദാനങ്ങൾക്ക് തക്കവണ്ണം നൽകണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. രണ്ടാമത് മക്കതോന്യ സഭയോട് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ കഷ്ടതയിലെ കരുതലാണ്. ആ കഷ്ടതയിലെ കരുതലിനെ ഒത്തിരി പ്രശംസിക്കുന്നുണ്ട്. ഇത് കൊരിന്ത്യ സഭയെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. എങ്ങനെയാണ് മക്കതോനിയ സഭക്കാർ തങ്ങളുടെ കഷ്ടതയിൽ കരുതിയത്? വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യ ലേഖനം 8 അധ്യായം അതിൻ്റെ 2 വാക്യം, കഷ്ടതയാകുന്ന കഠിനശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ കഷ്ടത, അവരുടെ മഹാദാരിദ്ര്യം, കഷ്ടതയിലെ കരുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല ആളുകളും ധാരാളം സമൃദ്ധി ഉള്ളപ്പോൾ നൽകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇല്ലെങ്കിൽ പ്രയാസങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വന്നാൽ ഇങ്ങനെയുള്ള ദാനങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നങ്ങ് മാറ്റിവെക്കുന്നവരാണ്. നമുക്കറിയാം, ഇടവക തലത്തിലും അതുപോലെ തന്നെ മറ്റേ പല പ്രവർത്തനങ്ങളിലും ഒക്കെ ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഇടപെടുന്ന ആളുകൾക്കറിയാം, ചില ആളുകൾ നല്ല സമൃദ്ധി ഉള്ളപ്പോൾ എന്തെങ്കിലും ഒന്ന് തന്നു, എന്നാൽ അവരുടെ ദാരിദ്ര്യത്തിൽ നൽകുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മൾ ദാരിദ്ര്യത്തിലുള്ള ആളുകളോട് നൽകണം എന്നാവശ്യപ്പെടാറുമില്ല. പക്ഷേ ആവശ്യപ്പെടാതെ തന്നെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ഒരംശം വേർതിരിച്ച് നൽകുന്നതാണ് ക്രിസ്തീയ ദാനങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. ഇതാണ് മാസഡോണിയൻ മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, മക്കതോനിയ സഭ ചെയ്തത് കഷ്ടതയായിട്ടും മഹാദാരിദ്ര്യമായിരുന്നിട്ടും അവർക്കുള്ളതിൽ നിന്ന് ഒരു ഓഹരി മാറ്റിവെച്ചു. നമുക്കറിയാം, ദശാംശം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഒരുപോലെ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ്. പഴയ നിയമത്തിൽ മലാഖി പ്രവചനത്തിൽ ദശാംശത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദശാംശത്തിലും വഴിപാടിലും നിങ്ങൾ എന്നെ വല്ലാതെ ചതിച്ചിരിക്കുന്നു എന്ന് ദൈവം അവരോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാറ്റിൻ്റെ ഒരു ഓഹരി വേർതിരിച്ച് നിങ്ങളുടെ 10-1 ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരണം, ദൈവത്തിൻ്റെ ആലയത്തിൽ സമൃദ്ധി ഉണ്ടാകണം, അതിനായി കൊണ്ടുവരണം എന്ന് പഴയ നിയമത്തിൽ മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു. പുതിയ നിയമത്തിലും ദശാംശത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്. 10-1 തമ്പുരാന് വേണ്ടി. അങ്ങനെ ആകുമ്പോൾ ദാരിദ്ര്യത്തിലുള്ള ഒരാൾ എങ്ങനെയാണ് 10-1 വേർതിരിക്കുക? ആ ഇല്ലായ്മയിൽ നിന്ന് വേർതിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു ശൈലിയായി മാറണം എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. അത്
എപ്പോഴും ഒരുപക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നടക്കണമെന്നില്ല. എന്നാൽ അത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ സമയം എടുക്കുന്നത്. അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുക. 2 ആളുകളെ നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ദാരിദ്ര്യത്തിൽ നിന്ന് എങ്ങനെ കൊടുക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അത് കഴിയുമോ എന്നുള്ളതിന് 2 ആളുകളെ പരിചയപ്പെടണം. അതിലാദ്യത്തേത് സാരഫാത്തിലെ വിധവയാണ്. സാരഫാത്തിലെ വിധവയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവ് ആ വിധവയുടെ അരികിൽ ചെല്ലുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നീ എനിക്ക് ഒരട ചുട്ട് തരുമോ, ഇത്തിരി വെള്ളം തരുമോ, അതിൻ്റെ ഒപ്പം ഒരട ചുട്ട് തരുമോ. അപ്പോൾ അവൾ പറയുന്നൊരു കാര്യമുണ്ട്, മഹാദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, മരിപ്പാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഞാനും ഒരു വിറക് പെറുക്കുന്നത് എനിക്കും എൻ്റെ മകനും കൂടെ ഒരടയുണ്ടാക്കി കഴിച്ചിട്ട് മരിപ്പാൻ വേണ്ടിയാണ്. അപ്പോൾ ഏലിയാവ് പറയുന്നുണ്ട്, ആദ്യം നീ എനിക്ക് ഒരു മുറി അപ്പം ഉണ്ടാക്കി തരിക, എന്നിട്ട് നിങ്ങൾ കഴിച്ചുകൊള്ളുക. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവൾ അതനുസരിച്ചു. അവിടെ പറയുന്നു, അവളുടെ കലത്തിലെ മാവ് പിന്നെ കുറഞ്ഞു പോയില്ല, അവളുടെ കലശത്തിലെ ഭരണയിലെ എണ്ണയും കുറഞ്ഞു പോയില്ല. സാരഫാത്തിലെ വിധവയെപ്പോലെ ക്രിസ്തു കണ്ട മറ്റൊരു വിധവയുണ്ട്. യെരുശലേം ദേവാലയത്തിൽ ക്രിസ്തു നിൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, അവിടെ ഒരു വിധവ, അവളെക്കുറിച്ച് പറയുന്ന 2 കാശുമായി വന്ന വിധവ എന്നാണ്. 2 കാശ് എന്ന് പറയുന്ന അവളുടെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ, ദാരിദ്ര്യത്തിൻ്റെ ഒരു സിമ്പലാണ്. കാരണം അവിടെ വന്നിട്ടുള്ള ആളുകളൊക്കെ കയ്യിൽ പണവുമായി വരുന്നവർ, കാഴ്ചകൾക്ക് വേണ്ടി പ്രാവിനെയും മാടിനെയും ഒക്കെ കൊണ്ടുവരുന്നവർ. ഇത് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, 2 കാശ് എന്ന് പറയുന്നത്. പക്ഷേ ആ ദാരിദ്ര്യത്തിനിടയിലും അവളുടെ ഉള്ള 2 കാശ് ഭണ്ഡാരത്തിലിട്ടിട്ട് ക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്, നോക്കൂ, ആ വിധവയെ ശ്രദ്ധിക്കൂ, അവളുടെ ജീവിതത്തിൻ്റെ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു. ഈ 2 വിധവമാർ വല്ലാതെ നമ്മളെ വെല്ലുവിളിക്കേണ്ടതാണ്. അതുകൊണ്ട് കഷ്ടതയിലെ കരുതൽ നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. 3-ാമത്തെ കാര്യം മക്കതോനിയ സഭയെക്കുറിച്ച് പറയുന്നത്, അവർ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കൊടുത്തു എന്നാണ്. പ്രാപ്തി പോലെ കൊടുത്തു എന്നല്ല, പ്രാപ്തിക്ക് മീതെയും കൊടുത്തു. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ചില ആളുകൾ അവരുടെ പ്രാപ്തിക്ക് തക്കവണ്ണം കൊടുക്കുന്നത് സാധാരണ ജീവിത രീതി. എന്നാൽ പ്രാപ്തിക്ക് മീതെ ഒരാൾക്ക് കൊടുക്കാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ്. മക്കതോനിയ സഭക്കാർ അങ്ങനെയും ചെയ്തു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചില ആളുകൾ അവരുടെ പ്രാപ്തിക്ക് മീതെ ദാനമായിട്ട് നൽകി. ഒരുപക്ഷെ അത്രയും കൊടുക്കുവാൻ അവരുടെ കയ്യിലില്ല. പലരും അങ്ങനെ കൊടുത്താൽ പല കാര്യങ്ങളിലും കുറഞ്ഞു പോകും. വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടല്ലോ, ചിലപ്പോഴൊക്കെ വിതയ്ക്കുന്നത് കണ്ണുനീരോടാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നമുക്കറിയാം, വിത്ത് വിതച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ വിത്തിന് വേണ്ടി മാറ്റിവെക്കും. എല്ലാ വിളവെടുത്ത് കഴിയുമ്പോൾ ഒരു ചാക്ക് ധാന്യം അത് വിത്തിന് വേണ്ടി മാറ്റുന്നു, വേറെ ഒരു ചാക്ക് ധാന്യം അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി മാറ്റുന്നു. പിന്നെയും ഒരു ചാക്കുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതി എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് ലഭിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ അല്പ ധനസമാഹരണത്തിനായി മാറ്റിവെക്കുന്നു. ചിലപ്പോഴൊക്കെ ഈ മാറ്റിവെക്കുന്നതൊക്കെ അങ്ങനെ തന്നെ കിട്ടണം എന്നില്ല. ഒരുപക്ഷെ വിതയ്ക്കുന്നവന് വിതച്ചു, അത് ഫലവത്തായി തീർന്നില്ല. പിന്നെ അവൻ എടുക്കുന്നത് അവൻ്റെ ഉപജീവന മാർഗത്തിൻ്റെ വിത്തായിരിക്കാം, അത് വിത്തായിട്ട് ഉപയോഗിക്കാൻ ആ ധാന്യമായിരിക്കാം എടുക്കുക. പിന്നെ ഒരുപക്ഷെ അവൻ്റെ ഭാവിക്ക് വേണ്ടി കരുതിയതായിരിക്കാം. അപ്പോഴൊക്കെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവരുണ്ട്. അവരുടെ പ്രാർത്ഥന ഒന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ തമ്പുരാനെ, ഇതെൻ്റെ ഉപജീവനത്തിന് വേണ്ടി വെച്ച ധാന്യമാണ്, ഇത് ഞാൻ വിതയ്ക്കാൻ എടുക്കുകയാണ്. അല്ലെങ്കിൽ പറയാം, ഇതെൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കരുതൽ ധനമായി വെച്ചിരുന്ന ധാന്യമാണ്, അത് ഞാൻ എടുക്കുകയാണ് വിതയ്ക്കാൻ. അതിനോടൊപ്പം കണ്ണുനീരിൻ്റെ ഉപ്പും ചാലിച്ച് വിതയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ അന്ന് ആർപ്പോടെ കൊയ്യും. വിത്ത ചുമന്ന് കരഞ്ഞും കൊണ്ടാണ് പോകുക, കറ്റ ചുമന്ന് ആർത്തും കൊണ്ടാണ് മടങ്ങി വരിക. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ചിലപ്പോൾ പ്രാപ്തിക്ക് മീതെയും നൽകേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്കുള്ളതിൽ നിന്ന് പ്രാപ്തിക്ക് മീതെ നൽകുന്നവരെ അത്രത്തോളം മാനിക്കുവാൻ സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. എന്നുടന്നാൽ 2 കൊരിന്ത്യർ ലേഖനം 9 അവസാന വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. എന്നുടന്നാൽ ദൈവമാണ് ദാനങ്ങളെ നൽകേണ്ടത്. ദൈവം നൽകുന്നതിനെക്കുറിച്ച് വചനം പറയുന്നല്ലോ, അമർത്തി കുലുക്കി വലിയൊരളവ് നമ്മുടെ മടിയിൽ അളന്നു തരുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ തമ്പുരാന് വേണ്ടി നീക്കി വയ്ക്കുന്നത് ഇത്തിരിയാകാം. എന്നാൽ അതിനെയും മാനിക്കുന്നവനായ ദൈവം, അതിനെയും കരുതുന്നവനായ ദൈവം, അതും തന്നെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നവനായ ദൈവം നമുക്ക് ദാനങ്ങൾ നൽകുന്നത് കുലുക്കി വലിയൊരളവ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്നുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മീതെ എറിയുക, ഏറെ നാൾ കഴിഞ്ഞ് അത് നിന്നിലേക്ക് മടങ്ങി വരും. ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് എല്ലാം ദൈവം കണക്കിടും പ്രിയപ്പെട്ടവരെ. അതിനൊക്കെ പ്രതിഫലം നൽകുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊരു ശൈലിയായി മാറണം. ആർദ്രമായ കരുണ, മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി, ദയ, ഇത് ജീവിതശൈലിയായി മാറണം. എന്തുകൊണ്ടെന്നാൽ പറഞ്ഞു തീരാത്ത
ഒരിക്കലും പറഞ്ഞാൽ അവസാനിക്കാത്ത ദാനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. അതിന് ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് ഇടയാകണം. ഈ നോമ്പിലെ നാളുകൾ ദൈവികമായ കരുണയെക്കുറിച്ച്, ദൈവികമായ ദാനങ്ങളെക്കുറിച്ചൊന്ന് ധ്യാനിക്കുവാനാണ് ഇത്രയും സമയം ചെലവിട്ടത്. ഈ വചനം കേട്ട ദൈവമക്കളെ, അതാതിടങ്ങളിൽ എൻ്റെ തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെടണം. കൊരിന്ത്യ സഭയോട് പറയുന്നു, മക്കതോനിയ സഭ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പറഞ്ഞു തീരാത്ത ദാനങ്ങളാൽ ദൈവം തമ്പുരാൻ നിങ്ങളെ നിറയ്ക്കുന്ന ദൈവമാണ്. ആ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും പറഞ്ഞു തീരാത്ത ദാനങ്ങളാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.